ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വചന വിചിന്തനത്തിനായി എടുക്കുന്ന പഠനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 26 മുതൽ 57 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 26 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിലെ വളരെ ശ്രദ്ധേയമായ ഒരു അത്ഭുതത്തെയും ലാസറിനെ ജീവിപ്പിക്കുന്നതിനെയും അതിനെ തുടർന്നുണ്ടാകുന്ന നാടകീയമായ സംഭവ വികാസങ്ങളെയും വളരെ വ്യക്തമായി വിവരിക്കുന്ന അധ്യായമാണിത്. യേശു മരണത്തിന്മേൽ അധികാരമുള്ള ജീവൻ്റെ നാഥനാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഭാഗം. ലാസറിനെ ഉയർപ്പിച്ച യേശു പിന്നീട് ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകുവാൻ ഒരുങ്ങുന്നു എന്നുള്ള വൈരുദ്ധ്യവും ഈ വചനഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്രകാരം ഈശോയെ പറ്റി പറഞ്ഞതാര്? ഉത്തരം, മർത്ത. ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, മർത്ത മറിയത്തോട്. ഇതാ ഗുരു ഇവിടെയുണ്ട്, നിന്നെ വിളിക്കുന്നു. മർത്ത മറിയത്തോട് ഇത് പറഞ്ഞത് എങ്ങനെയാണ്? ഉത്തരം, സ്വകാര്യമായി പറഞ്ഞു. യേശു ബഥാനിയായിൽ ഉണ്ടെന്ന് വിവരം ലാസറിൻ്റെ സഹോദരി മറിയം അറിഞ്ഞത് എങ്ങനെ? ഉത്തരം, മർത്ത വഴി. യോഹന്നാൻ്റെ സുവിശേഷം 11:32 കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞതാര്? ഉത്തരം, മറിയം. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മറിയം എന്തു ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം, യേശുവിൻ്റെ കാൽക്കൽ വീണ്. യേശുവിനോട് കർത്താവെ വന്നു കാണുക എന്ന് ആവശ്യപ്പെടുന്നത് ആര്? ഉത്തരം, മറിയവും യഹൂദരും. യേശു കണ്ണീർ പൊഴിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക സന്ദർഭം ഏത്? ഉത്തരം, ലാസറിൻ്റെ കബറിടത്തിങ്കൽ. ലാസറിനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി എന്ത്? ഉത്തരം, കർത്താവെ വന്നു കാണുക. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം ഏത്? ഉത്തരം, യേശു കണ്ണീർ പൊഴിച്ചു. ലാസറിൻ്റെ കബറിടം എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം, ഒരു ഗുഹയായിരുന്നു. ലാസറിൻ്റെ ശവകുടീരത്തിൽ നിന്ന് എന്തെടുത്തു മാറ്റുവാനാണ് യേശു ആജ്ഞാപിച്ചത്? ഉത്തരം, കല്ലെടുത്തു മാറ്റുവാൻ. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, മർത്ത യേശുവിനോട്. ലാസറിൻ്റെ കബറിടത്തിങ്കൽ വെച്ച് യേശു പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ശാരീരിക നിലയെപ്പറ്റി യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നത് എന്ത്? ഉത്തരം, കണ്ണുകൾ ഉയർത്തി. ലാസറിനെ ഉയർപ്പിക്കുന്നതിനായി യേശു കബറിടത്തിൽ വെച്ച് അരുളി ചെയ്ത വചനം എന്ത്? ഉത്തരം, ലാസറെ പുറത്തു വരിക. ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞത് എപ്രകാരമാണ്? ഉത്തരം, ഉച്ചത്തിൽ. യേശു ഉയർപ്പിച്ച ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മുഖം എന്തിനാലാണ് ആവരണം ചെയ്യപ്പെട്ടിരുന്നത്? ഉത്തരം, തുണി കൊണ്ട്. യേശു ഉയർപ്പിച്ച ലാസർ കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവൻ്റെ കൈക്കാലുകൾ എന്തിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നു? ഉത്തരം, നാടകൾ കൊണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതായി രേഖപ്പെടുത്തിയ ഏക സംഭവം? ഉത്തരം, ലാസറിനെ ഉയർപ്പിച്ചു. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം അറിഞ്ഞ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും വിളിച്ചുകൂട്ടിയത് എന്ത്? ഉത്തരം, ആലോചനാ സംഘം. ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം കണ്ട യഹൂദരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഉത്തരം, ഫരിസേയരോട്. യേശു മരിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ മരണത്തെക്കുറിച്ച് പ്രവചിച്ച പ്രധാന പുരോഹിതൻ ആര്? ഉത്തരം, കയ്യാഫാസ്.
ജനം മുഴുവൻ നശിക്കാതിരിക്കുന്നതിനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് പറഞ്ഞതാര്? ഉത്തരം കയ്യാഫാസ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇതിന് വിരുദ്ധമായ രീതിയിൽ ചിന്തിച്ച 11-ാം അധ്യായത്തിലെ വ്യക്തി ആര്? ഉത്തരം കയ്യാഫാസ്. യഹൂദ ആലോചനാ സംഘത്തിൽ വെച്ച് ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കയ്യാഫാസ് പ്രവചിച്ച അന്നു മുതൽ അവർ എന്തു ചെയ്യുവാനാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം യേശുവിനെ വധിക്കാൻ. യേശുവിനെ വധിക്കാൻ യഹൂദർ ആലോചിച്ചതിനെ തുടർന്ന് യേശു ശിഷ്യരോടൊത്ത് പോയി താമസിച്ച പട്ടണം ഏത്? ഉത്തരം മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണം. പെസഹ തിരുനാൾ അടുത്തപ്പോൾ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ പെസഹായ്ക്ക് മുൻപേ ജെറുസലേമിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം വിശുദ്ധീകരിക്കുന്നതിനു വേണ്ടി. യേശു എവിടെയാണെന്ന് വിവരം ലഭിച്ചാൽ അത് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം യേശുവിനെ ബന്ധിപ്പിക്കേണ്ടതിന്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 57 വാക്യങ്ങൾ. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഈ ചോദ്യോത്തരങ്ങൾ ഏറ്റവും നന്നായി പഠിച്ചൊരുങ്ങാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.